ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇത്രയും കാലം ഞാൻ സുജാത ആന്റിക്കും കുടുംബത്തിനും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതവിടെ ആളില്ലാത്തതുകൊണ്ട്. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എന്റെ കുടുംബത്തെ ഞാൻ പരിചയപ്പെടുത്താം. ഇത് സുജാത, എന്റെ ഭാര്യയാണേ. ഇത് നിത്യ, മരുമകളാണ്. അപ്പൊ മോനോ? ഞാനിവിടെ ഉണ്ടേ. ആ, നമസ്കാരം. ജീവൻ അല്ലേ? അതെ. കാര്യങ്ങളൊക്കെ മനു പറഞ്ഞു. താനാണ് ഇതിന് മുൻകൈ എടുത്തെന്ന് ഒക്കെ ഇവൻ പറഞ്ഞു. അനുജിത്തയുടെ കാര്യമല്ലേ എങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ പിന്നെ അത് ശരവണൻ. മണക്കോയ, ശരവണനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെക്കാൾ സ്ഥാനമുള്ള ഒരാൾ. ശരവണന്റെ വീട് എവിടെയാ? தேனி பக்கம் சார். நான் வந்து தமிழன். സുജാതെ, മോളെ ഒന്ന് വിളിക്കൂ. വിളിക്കാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? അത് ഇപ്പോ നമുക്ക് രണ്ടുപേർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. കുട്ടികൾ തമ്മിൽ നടന്നതും അതിനുശേഷം കുറെ കാലം പിരിഞ്ഞിരുന്നതൊക്കെ. നിസ്സാര കാര്യങ്ങൾക്ക് വേദനിക്കുന്ന ഒരു മനസ്സാണ് എന്റെ മോളുടേത്. ഒരിക്കലും കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് എന്താ ഈ പറയുന്നത്? ഞങ്ങൾക്ക് ഇവൻ മാത്രമല്ലേ ഉള്ളൂ. അവന്റെ ഭാര്യയായിട്ട് വരുന്ന പെൺകുട്ടിയെ സ്നേഹിക്കാനല്ലാതെ ഒരു വാക്കുകൊണ്ട് പോലും ദ്രോഹിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ? മനുവിന്റെ അച്ഛനും അമ്മയും ഹൃദയം തുറന്നു തന്നെയാ ജ്യോതിയെ സ്വീകരിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ആന്റി പേടിക്കണ്ട. മോളെ, ജ്യോതിയെ വിളിച്ചോണ്ട് വാ. ആ പിന്നെ വേറൊരു കാര്യം, ഇവരെ രണ്ടുപേരും ചേർത്ത് വയ്ക്കുന്ന ചടങ്ങ് ആഡംബരങ്ങളൊന്നുമില്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ വെച്ച് നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും അതിന് അല്ലെങ്കിൽ തന്നെ ഇവന്റെ കല്യാണം ഇനി എന്തിനാ നടത്തുന്നത്? കുട്ടി തന്നെ അങ്ങ് വലുതായില്ലേ? മനു, തനിക്ക് ഇക്കാര്യത്തിൽ എതിരഭിപ്രായം വല്ലതുണ്ടോ? അല്ല, തന്റെ പൊസിഷൻ വെച്ച് ചിലപ്പോൾ ഒരു വലിയ ചടങ്ങുകളൊക്കെ പ്രതീക്ഷിക്കുമല്ലോ. അങ്ങനെയൊന്നുമില്ല ജീവേട്ട. ഒരു ചടങ്ങുമില്ലാതെ ഇവിടുന്ന് ജ്യോതിയെ കൈപിടിച്ചു തന്നാലും ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. മോളെ, അനുഗ്രഹം വാങ്ങിക്ക. ചെല്ല്. നന്നായി വരും. എന്താ ഒരു പേടി പോലെ? ഒന്നുമില്ല. ആദ്യം കേട്ടപ്പോ അച്ഛനും അമ്മയ്ക്കും ചെറിയ വിഷമങ്ങളൊക്കെ തോന്നി. പിന്നെ ജ്യോതി എന്തിനാ വിഷമിക്കുന്ന? ഞങ്ങൾ അതൊക്കെ ഒന്ന് വിട്ടു. അയ്യോ മോളെ, അങ്ങനെ വിട്ടുന്നൊന്നുമല്ല. അറിഞ്ഞു കുറെ കഴിഞ്ഞിട്ട് മോളെ കുറിച്ചാ അമ്മയുടെ സംസാരം. മോള് കാണാൻ എങ്ങനെയാ, സംസാരിക്കാൻ എങ്ങനെയാ, അങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യം. കണ്ടിട്ടില്ലാത്ത ഞാനെന്ത് പറയാനാ? കണ്ടവരാണെങ്കിൽ സ്ഥലത്തുമില്ല. അമ്മയ്ക്ക് മോളെ നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞങ്ങളുടെ പേരക്കുട്ടി എവിടെ? കൊച്ചുമനെന്താ ഇങ്ങോട്ട് വരാത്തെ? അവൻ കുളിക്കാം, ഇപ്പൊ വരും. അതെ, ഇനിയിപ്പോ എല്ലാവർക്കും ഒരു ടീ എടുക്കാല്ല. വരട്ടടോ, ഞങ്ങളിപ്പോ വിരുന്നുകാരല്ലോ.
കുറച്ചു കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി വട്ടം വാങ്ങിയിരിക്കാന്നേ. എല്ലാവർക്കും മനസ്സറിഞ്ഞ് പരിചയപ്പെടണ്ടേ? അല്ല, ഞാനൊരു ജോലിസിനോടൊന്ന് വരാൻ പറഞ്ഞിരുന്നു. നമുക്കൊരു തീയതി കൂടി കുറിക്കണ്ടേ? അതിനെന്താ, ആളോട് വരാൻ പറയൂ. പിന്നെ വന്നു കയറിയിട്ട് പൊരുത്തമില്ല, അതില്ല ഇതില്ല എന്നൊന്നും പറയാൻ പാടില്ല. കൊച്ചിനെ ആദ്യം തന്നെ അങ്ങ് കാണിച്ചു കൊടുക്കണം. ജോത്സ്യർക്ക് അബദ്ധമൊന്നും പറ്റില്ലല്ലോ. ഹരിസാറേ, ഹരിസാറേ, സാറവിടെ ഉണ്ടായിരുന്നു. എന്നിട്ടെന്താ അങ്ങോട്ട് വരാത്തെ? അവിടെ മനുവിന്റെ അച്ഛനും അമ്മയൊക്കെ വന്നിരിക്കുക. കല്യാണത്തിന്റെ ഡേറ്റ് നിശ്ചയിക്കാൻ വേണ്ടി ജോത്സ്യനെ വരെ വിളിച്ചിരിക്കുന്നു. താൻ എന്തിനാ മാറി നിൽക്കുന്നത്? എല്ലാം നന്നായി നടക്കട്ടെ ജീവൻ. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? ഇത്രയും നാളെ എന്റെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഹരിയല്ലേ? എന്നിട്ടിപ്പോ മംഗളകരമായിട്ടൊരു കാര്യം നടക്കുമ്പോ താനവിടെ ഇല്ലാതിരുന്ന എല്ലാരും ചോദിക്കില്ലേ? താൻ തോന്നേ. ഇത്രയും കാലം ഞാൻ സുജാത ആന്റിക്കും കുടുംബത്തിനും ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതവിടെ ആളില്ലാത്തതുകൊണ്ട്. ഇപ്പൊ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങള് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഇതല്ലടാ ഹരിസാറേ ഇത്രയും കാലം ഞാൻ നിന്നോട് പറഞ്ഞുകൊണ്ടിരുന്നേ. നീ നിന്റെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി ഇതിനകത്തിരുന്നാ മതി. എന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചു നോക്കാനും അതിലെ അഭിപ്രായങ്ങൾ പറയാനും വരണ്ട. അപ്പൊ തനിക്കത് മനസ്സിലായില്ല. കാണാൻ പാടില്ലാത്ത കാഴ്ചകള് ഒരുപാട് കൺമുമ്പിലൂടെ കടന്നു പോകും. അപ്പൊ നിന്റെ ഉള്ളു പൊള്ളുവെന്നേ എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ പറയാറില്ലേ, കാഴ്ചയ്ക്ക് സുഖമുള്ള കാര്യങ്ങളൊന്നും ജീവൻ മിസ്സാക്കാറില്ല. ആരാ ഹരി? ജീവനോ? ഞാനാ മാവ. നിങ്ങളെ രണ്ടുപേരും അങ്ങോട്ട് കാണാത്തോണ്ടേ ഞാൻ അന്വേഷിച്ചിറങ്ങിയതാ. ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാൻ തുടങ്ങിയായിരുന്നു. ആ എന്നാ പിന്നെ പെട്ടെന്നാവട്ടെ. ഓ